ഹേ ഓൾ, അപ്പോൾ എല്ലാവർക്കും ഡിമോട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കണ്ടൻറ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും. കാരണം വെച്ച് കഴിഞ്ഞാൽ തമ്മിലിട്ടിട്ട് ഒബ്വിയസ്ലി എനിക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ എക്സൈറ്റ്മെൻ്റ് ആക്കിയൊന്നും പറയാനില്ല. ഇപ്പോൾ പുതിയൊരു കിൽ സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ ഞാൻ ആ സ്വിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതല്ല സ്വിച്ച്, ഇതാണ് നമ്മുടെ വണ്ടിക്ക് ആദ്യം സ്റ്റോക്ക് വരുന്ന സ്വിച്ച്, സിമ്പിൾ സ്വിച്ച്. അത് മാറ്റിയിട്ടാണ് നമ്മൾ ഇതിട്ടത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മൾ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, മെയിൻ വീഡിയോ ആയിട്ട്. ഇതിൻ്റെ വയറിങ് ഡയഗ്രാം മൊത്തത്തെ പറ്റി. അപ്പോൾ അതിപ്പം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് മാറ്റിയിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കപ്ലർ കട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, ആ വീഡിയോ കണ്ടാൽ എനിക്ക് മനസ്സിലാവും എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തതിന്. കാരണം ഇതിൻ്റെ കപ്ലർ കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് അതിനെ കപ്ലറിൽ കണക്ട് ചെയ്തിട്ട് പ്ലഗ് ആൻഡ് പ്ലേ ആക്കുക ചെയ്ത് ഇപ്പോൾ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റിലെത്തിയത്. ഇതെൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഐറ്റം, ഇതാണ് ആ സ്വിച്ച്. ഇതും സെയിം നമ്മളെ പുൾ ഡൗൺ സ്വിച്ച് തന്നെയാണ്. ഇതെന്ന് വെച്ചാൽ ഇതിപ്പോൾ കണ്ട, ഓക്കെ കണ്ട, ഐ മീൻ ഇത് കിൽ സ്വിച്ച് ഓഫ്, ഇത് ഓണ്, ഇതിൽ ഇഗ്നിഷൻ, നമ്മൾ ഇത് ഞെക്കുന്ന പോലെ സെൽഫ് ഞെക്കുന്ന പോലെ അതാണിത്, റിട്ടേൺ പോവും. ഓക്കെ, അതാണ് ഈ സ്വിച്ച്. പിന്നെ ഇത് നമ്മൾ ഹെഡ്ലൈൻ കണക്ഷനിലേക്ക് കൊടുത്തു. ഹെഡ്ലൈനിനല്ല നമുക്ക് വേറെ എന്തിനെങ്കിലും ഫോഗിനെല്ലാം കണക്ഷൻ കൊടുക്കാം. ഞാൻ കൊടുത്തത് നമ്മളെ ഹെഡ്ലൈനാണ്. ഓക്കെ, പിന്നെ ഇത് ഹസാഡ് ഓൺ ഓഫ്. അപ്പോൾ ഇതിനാണ് ഞാൻ കണക്ഷൻ കൊടുത്തത്. അപ്പോൾ ഇത് ഈ സ്വിച്ച് എന്ന് വെച്ചാൽ നമ്മളെ ഇതൊന്നും വരാത്തൊരു സ്വിച്ചായത്. ഓക്കെ, ഏത് സ്വിച്ച് എന്ന് വെച്ചാൽ ഈ സ്വിച്ചും ഇതും ഇഷ്ടമില്ലാത്തവരുണ്ട്. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ കിൽ സ്വിച്ച് സ്മൂത്തായിട്ട് വരുന്നില്ലേ, ഇത് സിമ്പിളായിട്ട് വരുന്നില്ല. അപ്പോൾ ഇത് ഇത്രയും മോഡ്യൂൾസൊക്കെ വരുന്നതുകൊണ്ട് ഇഷ്ടപ്പെടാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ സിമ്പിൾ നമ്മളെ പുൾ ഡൗൺ സ്വിച്ച് തന്നെ, പക്ഷേ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുതലുണ്ട്. ഇതിന് വെച്ചാൽ ക്വാളിറ്റി കുറച്ച് കൂടുതലുണ്ട്. ഇത് കണ്ടോ, ഇത് കുറച്ച് നമ്മൾ ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട്. ബട്ട് ഇപ്പം പ്രോപ്പർ വർക്കിംഗ് ആണ്, ചെറിയൊരു ഷേക്കിംഗ് ഉണ്ട് എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ആ ഇഷ്യൂ ഇല്ല, ആ ഷേക്കിംഗ് ഇല്ല. ഓക്കെ, പിന്നെ കുറച്ചും കൂടി ബിൽഡ് ക്വാളിറ്റി കൂടുതലുണ്ട്. ഇത് ഓഫ്, ഇങ്ങനെ സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്ത് കാണിച്ചു തരാം, ജസ്റ്റ് ഇപ്പോൾ കാണിച്ചു തരുന്ന. ഇത് ഓണ്, ഇത് കുറച്ച് താഴോട്ടേക്കാൽ നമ്മൾ ഒറ്റക്കൈയാണ്ട് സെറ്റ് ആവില്ല. ഓക്കെ, അപ്പോൾ ഞാനിത് ഫിറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഇതിപ്പോൾ ഓഫ്, ഓണ്, സ്റ്റാർട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഇതിന് സെറ്റ് ചെയ്ത പോലെ വയറിങ് കട്ട് ചെയ്താക്കേണ്ട പണിയില്ല. ഓക്കെ, എങ്ങനെയാ വെച്ചാൽ ഇത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. ഈ സാധനം വെച്ചാൽ ഇന്തോനേഷ്യയിൽ നിന്ന് വരുന്നതാണ്. ഇന്തോനേഷ്യ നമ്മൾ ഓരോ V3ക്കും MTക്കൊക്കെ കാണുന്നുണ്ടാവും, ഓരോരോ സെപ്പറേറ്റ് വേറെ തന്നെ പ്രത്യേക സ്പാർട്സ് വരുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ വരുന്ന സ്വിച്ചാണിത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ MT50 ഈ മോഡൽ, എൻ്റെ ഇപ്പോൾ 2021 മോഡലാണ്. ഈ സിംഗിൾ സ്വിച്ച് വരുന്ന ഇതുണ്ട്, ഇങ്ങനത്തെ സ്വിച്ച് വരുന്ന എല്ലാ വണ്ടിക്കും ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ FZ ഉണ്ട്, FZ വേർഷൻ 3 അങ്ങനെ ഏതോ മോഡലിനൊക്കെ ഇഗ്നിഷൻ സ്വിച്ച് വരുന്ന വണ്ടിക്കൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതായത് 4 വയർ അതിന് ഔട്ട് ഉണ്ടാവുക, ഇതിനും 4 വയർ ഔട്ട്. അതുകൊണ്ട് എന്താ വെച്ചാൽ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റോക്ക് പ്ലഗ് ഊരുക, ഈ പ്ലഗ് ഇൻസെറ്റ് ചെയ്യുക, സെറ്റ് ചെയ്യുക, ജസ്റ്റ് സിമ്പിൾ പ്രവൃത്തി. നമുക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഊരിയിട്ട് ജസ്റ്റ് വയർ നമ്മളെ സ്റ്റോക്ക് എടുത്തിട്ട് വെക്കുക, കപ്പിൾ കണക്ട് ചെയ്യുക. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ സിമ്പിൾ പരിപാടിയാണ് ഇത് വേണ്ടവർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കുറച്ച് യൂണിറ്റ് എടുത്തിട്ടില്ലൂ, കാരണം വെച്ചാൽ നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൊഡ്യൂൾ ആവണമെന്നില്ലല്ലോ. അപ്പോൾ ഇഷ്ടമുള്ളവർ മെസ്സേജ് അയച്ചാൽ നമുക്ക് സാധനം കുറച്ചുകൂടി എത്തിക്കാം. നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റയിൽ DM ചെയ്താൽ മതി, ഞാൻ കൊറിയർ അയച്ചു തരാം. MT50 ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനത്തെ സ്വിച്ചുള്ളവർക്ക് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പ്ലഗ് ആൻഡ് പ്ലേ. ഞാൻ ഇപ്പോൾ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ മറ്റേ വണ്ടിക്കാർക്ക് ജസ്റ്റ് ഇതിൻ്റെ വയർ കട്ട് ചെയ്തിട്ട് അവരെ കപ്ലറിൽ കണക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇൻ കേസ് അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ചെയ്തു തരാം. നിങ്ങൾ സ്റ്റോക്ക് കിൽ സ്വിച്ച് അയച്ചു തന്നാൽ ഞാൻ സെറ്റ് ചെയ്തിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇത് ഊരി എടുക്കാം. പിന്നെ ഇതിൻ്റെ പ്ലഗ് വരുന്നത് ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ഊരുക, മാസ്ക് ഊരിയിട്ട് ഈ മാസ്ക് ഊരിയിട്ട് അതിൻ്റെ പ്ലഗ് എവിടെ വരുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ മാസ്ക് ഊരിയിട്ടുണ്ട്. ഇതാണ് മാസ്ക് ഊരിയത്. അപ്പോൾ ഇതിൻ്റെ പ്ലഗ് ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ജസ്റ്റ് നമ്മൾ വലിക്കുക, ഇതാണ് പ്ലഗ്. ഇത് റിമൂവ് ചെയ്തെടുക്കുക.
പിന്നെ വരുന്നത് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത ഈ പാസിൻ്റെയും പിന്നെ ഈ ഇതിൻ്റെയും കണക്ഷൻ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ നമ്മൾ MTVൻ്റെ ഏറ്റവും ഡ്രോബാക്ക് എന്ന് വെച്ചാൽ വയറിങ് സെറ്റ് മൊത്തം വരുന്ന ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് മൊത്തം തിങ്ങിന്നറിയും, കൺജസ്റ്റഡോ അങ്ങനെ ഒരു ഇഷ്യൂ മാത്രമേ MTVൻ്റെ അകത്ത് വരുന്നുള്ളൂ. ബാക്കി വണ്ടീനെ പോലെ അത്രയും സ്പേസസ് അല്ല. അപ്പോൾ ഇതാണ് ആ പ്ലഗ്. ഇത് ഹെഡ്ലൈറ്റിൻ്റെത്. പിന്നെ ഇതൊക്കെ ഞാൻ എക്സ്ട്രാ വയറിങ് ചെയ്തതാണ്. ഞാൻ ഇത് പുറത്തെടുത്തിട്ട് ബാക്കി കാണിച്ചു തരാം. ഇതൊരു പ്ലഗ്, പിന്നെ ഇത് ഞാനൊന്ന് ഇൻസുലേഷൻ കളയട്ടെ എന്നിട്ട് വരാം. ഇതും പ്ലഗ് തന്നെ ഉള്ളിൽ കുറച്ചുകൂടി സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇൻസുലേറ്റ് ചെയ്തേ ഉള്ളൂ. ഞാൻ ഊരിയിട്ട് വരാം. അപ്പോൾ ആ പ്ലഗ് ഇതെന്ന് വെച്ചാൽ ഇത് ഹസാർഡിൻ്റെയും ഇത് ഹെഡ്ലൈറ്റിൻ്റെയും. അപ്പോൾ ആ പ്ലഗ് ഊരിയെടുത്തു. ഓക്കെ, അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ നമുക്ക് പുറത്തേക്ക് വലിച്ചെടുക്കാം. ഈ പ്ലഗൊക്കെ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണമെന്ന് വെച്ചാൽ ഈ ഒരു മൊഡ്യൂള്, അതായത് ഈ ഒരു കിൽ സ്വിച്ച് ഊരിയെടുക്കണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്കൊരു സ്ക്രൂ ഡ്രൈവർ കീശയിലുണ്ട്. സ്ക്രൂ ഡ്രൈവർ 2 ബോൾട്ടാണ് വരുന്നത്. അത് ഇവിടെയും ഒന്ന് ഇവിടെയും. അപ്പോൾ ഈ 2 ബോൾട്ട് ഊരിയിട്ട് ഞാൻ പുറത്തെടുത്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്തെടുക്കാൻ നോക്കിയപ്പോൾ ഇത് കണ്ടോ, ഇത് റിമൂവായി വരുന്നില്ല. കാരണം ഇവിടെ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ. ഞാൻ ഇത് ഓൾറെഡി ചേഞ്ച് ചെയ്തതാണ്. എന്തെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ഈ ഒരു MC കിറ്റും ഈ മൊത്തം ബ്രേക്ക് സെറ്റ് ഡ്യൂക്ക് 250ൻ്റെ, അതായത് ഒറിജിനൽ നമ്മളെ വണ്ടിക്ക് വരുന്നതല്ല. അതുകൊണ്ട് ഈ ഒരു സ്പേസ് കുറവുണ്ടാവും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ലൂസാക്കിയിട്ട് തൽക്കാലം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാം. കുറച്ചൊന്ന് നീക്കി വെക്കാം അങ്ങോട്ട്. അപ്പോൾ ഊരി എടുത്തിട്ടുണ്ട്. കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക്. ബാക്കി നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് മൊഡ്യൂൾ. ഓക്കെ, ഇതാണ് 3 ടൈപ്പ് കിൽ സ്വിച്ച്. അതായത് ഇത് നമ്മളെ സ്റ്റോക്ക് വന്ന കിൽ സ്വിച്ച്, ഇത് നമ്മൾ രണ്ടാമത് സെറ്റ് ചെയ്ത പുൾ ഡൗൺ സ്വിച്ച്. ഇതെന്ന് വെച്ചാൽ ഡുഗാട്ടീൻ്റെ ഒരു കോപ്പി മോഡൽ എന്ന് പറയുക. ഓക്കെ, ഡുഗാട്ടിക്ക് ഇങ്ങനത്തെ സ്വിച്ച് വരുന്നുണ്ട്. അത് പോയി. ഓക്കെ, പിന്നെ വരുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ MT-09 എല്ലാം മോഡൽ ഇങ്ങനത്തെ വരുന്നത്. അതായത് സിമ്പിൾ ഒരു സ്വിച്ച്. അതായത് നമ്മളിപ്പോൾ നമ്മൾ നമ്മൾ സ്റ്റോക്ക് MTൻ്റെ സ്വിച്ച് വരുന്ന പോലെ അവരെ വണ്ടിക്ക് സിമ്പിളായിട്ട് വരുന്നൊരു സ്വിച്ചായത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഇനി നമുക്ക് ഏകദേശം യമഹ ബ്രാൻഡിൻ്റെ അത്ര ഇല്ലെങ്കിലും ഒരു എബോ ആവറേജിൻ്റെ ക്വാളിറ്റി ഉണ്ട്. ഇത് ബിലോ ആവറേജ് ക്വാളിറ്റി, ഈ ഷേക്ക് ഉള്ളതുകൊണ്ട് മാത്രം. അപ്പോൾ ഇത് നമുക്ക് കുറച്ചുകൂടി വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും. ഇതും യൂസ് ചെയ്യുന്നുണ്ടവരുണ്ട്. ഞാൻ എൻ്റെ നാട്ടിലോ ഇപ്പം ബൈ ചെയ്തവരുണ്ട്, ഇപ്പം യൂസ് ചെയ്യുന്നവരുണ്ട്. അതായത് MT-V3 പിന്നെ മറ്റേത് എക്സ്പൾസ്, ഇതിനൊക്കെയാണ് മെയിനായിട്ട് എൻ്റെ ഈ സ്വിച്ച് പോയത്. ബാക്കി ഇത് കൊണ്ടുപോയത് മൊത്തം, ഇതിനെ എടുക്കാൻ പോകുന്നത് മൊത്തം ഇവരായിരിക്കും, MT-15 അവരായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നമ്മളെ വണ്ടിക്ക് സെറ്റ് ചെയ്ത് ഞാൻ എങ്ങനെ വയറിങ്ങിൻ്റെ പ്ലഗ് ആൻഡ് പ്ലേ സെറ്റും വർക്കിങ്ങും കാണിച്ചു തരാം ഇനി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് അതാണ്. അപ്പോൾ അത് നമുക്ക് ഈ 2 സ്റ്റാറിൻ്റെ ബോൾട്ട് ഊരിയിട്ട് നമ്മളെ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടേ. അടുത്തത് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. സെറ്റ് ചെയ്യാനല്ല കാണിച്ചു തരാൻ പറ്റുമോ വെച്ചാൽ എനിക്ക് ഈ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാൻ പറ്റില്ല. ഒരാളെ ഹെൽപ്പ് വേണം, വേറെ ആരോടും ഇല്ലാതാനും. അപ്പോൾ നമുക്ക് ഈ വണ്ടിയിൽ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഈ 2 സ്ക്രൂ ഊരുക, സ്റ്റാർട്ടർ സ്ക്രൂ ഊരുക, ജസ്റ്റ് സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ല ടൈറ്റിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഗ്യാപ്പ് വേണ്ട. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് വെച്ചിട്ട് ടൈറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ടീ എടുക്കണം. ടീ എടുത്ത് ടൈറ്റ് ചെയ്യാം.
ഓക്കെ. അപ്പോൾ ഇപ്പോൾ പ്രോപ്പറായി സെറ്റായിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ലുക്കാണ്. അതായത് ഹാൻഡിൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ സ്റ്റോക്കിനെക്കാട്ടിയും ചെറുത്. സ്റ്റോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഓൾറെഡി ചെറുതാണ്. അപ്പോൾ അതിനേക്കാളും ചെറുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ച് നോക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ ഇത് നമുക്ക് വയറുള്ളിലേക്ക് ഇടാം. എന്നുവെച്ചാൽ ഇങ്ങനെ ഇട്ട് നമ്മളെ സ്റ്റോക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ അതേപോലെ എന്താ വന്നു. ഈ ഭയങ്കര ലെങ്ത് ഉണ്ട് കേട്ടോ വയറുണ്ടാ. ഇവിടെ നമുക്ക് ഇത്രേ വേണ്ടു, ബാക്കി നോക്കാം ഇത്രയും ലെങ്ത് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിൽ കുത്തിക്കയറ്റണം. ഓക്കെ. ഇൻ കേസ് നിങ്ങൾ അഥവാ വേറെ ഏതെങ്കിലും വണ്ടിക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വയർ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരില്ല. കാരണം അത്രയും ലെങ്ത് ഉണ്ട് വണ്ടിക്ക്, അത്രയും ലെങ്ത് ഉണ്ട് വയറിന്. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരില്ല വേറൊരു വണ്ടിക്ക് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാൻ അതിൻ്റെ പ്ലഗ് കാണിച്ചു തരാം. ഇതാണ് നമ്മളെ സ്റ്റോക്ക് വണ്ടിക്ക് വരുന്ന പ്ലഗ്. MT50ക്ക് 4 പിന്നി സെയിം പ്ലഗ്. ഇത് കണ്ടോ, സെയിം ക്വാളിറ്റി സെയിം പ്ലഗാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യാൻ പറ്റും. അത് ഞാൻ ഇപ്പം കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മളെ മെയിൻ കപ്ലർ. മെയിൽ ആൻഡ് ഫീമെയിലിലെ കപ്ലറിൽ ഒന്നിതാ. നമുക്കിനി ഇത് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ടിക്കായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എന്താണെന്ന് വെച്ചാൽ നമ്മളെ വയറിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കണം. നമുക്ക് ബാക്കി 2 സ്വിച്ച് മാറ്റി വെക്കാം. ഇത്രയും ചെയ്തില്ലേ, നമുക്ക് പ്രോപ്പർ സെറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് കുറച്ച് നാൾ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യും. പിന്നെ മറ്റേത് വെച്ചപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ട് ഇതേതാ സ്വിച്ച്, ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഇതിനൊരു യൂണീക്നെസ് ഇല്ലോണ്ട് ഒബ്വിയസ്ലി യൂണീക്നെസ് ആയതുകൊണ്ട് എല്ലാവരും വന്ന് ചോദിക്കും നമ്മളോട്. കാരണം കാണാൻ സ്വിച്ച് അല്ലേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇത് കിൽ സ്വിച്ച് ഓഫ്. കിൽ സ്വിച്ച് ഓണാക്കി പ്രോപ്പർ സെറ്റ്. ഒരു വയർ കട്ടില്ല. ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പോൾ വണ്ടി ഓഫാക്കാം. ഇത് ഓഫ്. പ്രോപ്പർ വയർ കട്ടില്ല, വാറൻറ്റി കട്ടാവില്ല. നിങ്ങൾ ഇന്നെടുത്തിനെങ്കിൽ വണ്ടി നിങ്ങൾക്ക് നാളെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇന്ന് രാവിലെ എടുത്ത വണ്ടിക്ക് ഇന്ന് രാത്രി ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യാം. കാരണം വെച്ചാൽ വാറൻറ്റി കട്ടില്ല. അത്രയും പ്ലഗ് ആൻഡ് പ്ലേ സിസ്റ്റം. ഇൻ കേസ് ഒരു ഇഷ്യൂ എന്നാൽ മാറ്റുക, നമ്മൾ പുതിയത് ഓൾഡ് അതായത് വണ്ടിക്ക് വന്നത് എടുക്കുക, പ്ലഗ് ചെയ്യുക, വർക്കിംഗ് ആർക്കും. അത്രയും സിമ്പിളായിട്ടുള്ള മൊഡ്യൂളല്ല സ്വിച്ചായത്. ക്വാളിറ്റി കൊണ്ട് എല്ലാ വിധത്തിലും സാറ്റിസ്ഫൈഡ്. ഓക്കെ. അപ്പോൾ ഈ സ്വിച്ച് വേണ്ടിക്ക് നിങ്ങൾ DM ചെയ്യണം എനിക്ക്. ഞാൻ കുറച്ച് യൂണിറ്റ്സ് ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കുക പെട്ടെന്ന് തന്നെ. ഓക്കെ. അപ്പോൾ എനിക്ക് വരുന്ന ഇഷ്യൂ എന്താ വെച്ചാൽ നമ്മൾ സെറ്റ് ചെയ്ത് നമ്മൾ ഹെഡ്ലൈറ്റ് ഓൺ ഓഫിൻ്റെ ഒരു സ്വിച്ച് ഉണ്ടായിന്, പിന്നെ ഒരു ഇത് ഹസാർഡിൻ്റെ സ്വിച്ച് ഉണ്ടായിന്. അത് രണ്ടും സെപ്പറേറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാം. ഇത് വെച്ചാൽ നമ്മൾ ഐൻ്റെ ഓൺ ഓഫ് സ്വിച്ച്, ഐ എന്ന് വെച്ചാൽ നമ്മൾ DRLൻ്റെ ഓൺ ഓഫ് സ്വിച്ച് ആയത്. പിന്നെ ഇത് ഫോഗ് ലാമ്പിൻ്റെ യെല്ലോ വൈറ്റ് 3-way സ്വിച്ച് അത് നമ്മൾ ഈ ഫോഗ് ലാമ്പിൻ്റെ വീഡിയോ നമ്മൾ ഇടുന്നുണ്ട്. കാരണം ഇപ്പം എന്ന് വെച്ചാൽ ഇത് വർക്കിംഗ് അല്ല. കാരണം ഞാൻ യൂസ് ചെയ്യാണ്ട് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ വയറ് കട്ടായിട്ടേ. അപ്പോൾ അത് പ്രോപ്പറായിട്ടൊരു പുതിയൊരു HIGൻ്റെ അകത്ത് നല്ലൊരു ഫോഗ് ലാമ്പ് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഉറപ്പായിട്ടിടും. ഓക്കെ. എന്നോട് കുറേ ആൾ ആവശ്യപ്പെട്ടത് അത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സ്വിച്ച് അതിനും പിന്നെ വേറെ സെപ്പറേറ്റ് ഒരു സ്വിച്ച് നമ്മളെ ഹെഡ്ലൈറ്റ് ഓൺ ഓഫിനും സെറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം സോൾവ് ആയി. അപ്പോൾ ഇതെന്തായാലും ഇരിക്കട്ടെ. എൻ്റെ കയ്യിൽ ഇനിയും മൊഡ്യൂള് 2-3 ഉണ്ട്. അതായത് കിൽ സ്വിച്ച് ഇനിയും 2-3 എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റ് ചെയ്യട്ടെ. ഞാൻ മാസ്കൊക്കെ ഇട്ട് വണ്ടി പ്രോപ്പറാക്കട്ടെ. ഓക്കെ. അപ്പോൾ മാസ്കൊക്കെ ഇട്ട് വണ്ടി പ്രോപ്പറായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓൺ. സിമ്പിൾ ആൻഡ് പവർഫുൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ. പിന്നെ ഇതുപോലത്തെ നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഇനിയും വരും. അടുത്തൊരു നല്ലൊരു ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ മെയിൻ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.